ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ ചോദിച്ച ഒരു ചോദ്യമാണ് എന്ത് ചെയ്യുക ഒരു പെർഫ്യൂം എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഏത് പെർഫ്യൂം എന്ന് അറിയാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ശ്രുതി മരിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ആങ്കറൊക്കെ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയെ കൊണ്ട് രേണു തന്നെ ഒരു പെർഫ്യൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ ദുബായിലൊക്കെയാണ് കൊണ്ടുവന്ന് അത് രേണുവിന് കൊടുക്കുന്ന കാര്യമൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് ലക്ഷ്മി നക്ഷത്ര സ്വന്തം യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം പ്രോബ്ലംസൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സെൻറ്റിമെൻ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറേയധികം ഡ്രാമാറ്റിക് രീതിയിലൊക്കെയാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ആൾക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്ത്, ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു മീഡിയ ഈ ഒരു രേണു സുധി എടുത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. അതിനകത്താണ് ചോദിക്കുന്നത് ആ പെർഫ്യൂം എന്ത് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് അതിപ്പോൾ ഇടാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച സമയത്താണ് രേണു പറയുന്നത് അതിങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് ഭയങ്കര വേർപ്പിൻ്റെ അങ്ങനത്തെ ഉള്ള ഭയങ്കര സ്മെല്ലുള്ളതാണ്, അതങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ജസ്റ്റ് ഞങ്ങൾക്കൊരു എന്താ പറയുക ഞങ്ങൾക്കൊരു ഫീല് കിട്ടാൻ വേണ്ടി എപ്പോഴും സുധിച്ചേട്ടൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്, അതിന് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നു രേണുക ഇവരുടെ അടുത്ത് പറയുകയാണ്. അല്ലാതെ ഞങ്ങൾ എപ്പോഴും അത് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും തന്നെ പറ്റത്തില്ല, അങ്ങനെ പെർഫ്യൂം അടിക്കാനോ പറ്റത്തില്ല, അത് കുറച്ച് ഭയങ്കരമായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം വെളിയിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ രേണുവിന് വരാൻ തുടങ്ങി. ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഇടാൻ പറ്റത്തില്ല, പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ടായിരുന്നു രേണു അതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർഫ്യൂം, അത് ചുമ്മാ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി സെൻറ്റിമെൻറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, യഥാർത്ഥത്തിൽ കയ്യിലൊന്നും ഇല്ലാതെ വാങ്ങിച്ച ഉടനെ തന്നെ കളഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അതിനും കൂടെ ചേർത്തായിരിക്കും റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കുറേയധികം പേര് എന്തുകൊണ്ട് ആ ഒരു പെർഫ്യൂം ഇടുന്നില്ല എന്ന് ചോദിച്ചതിനെല്ലാം കൂടെ റിപ്ലൈ ആയിട്ടാണ് രേണു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു പറഞ്ഞ ഈ ഒരു വീഡിയോ മെയിനായിട്ടുള്ള ആ ചാനലിൽ താഴെയും കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ട്. രേണുവിനെതിരെ അത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വരികയാണ്. അതിൽ കുറേയധികം പങ്ക് രേണുവിന് തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കുറേയധികം വീഡിയോസും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അത് ഒരു പബ്ലിസിറ്റി ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രശ്നമായിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡിൽ വെച്ചൊരു വീഡിയോ ഒക്കെ രേണു എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഇഷ്യൂവും കാര്യങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങനെ കുറേ പിന്നെ ഇടയ്ക്ക് വെച്ച് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ വിടുക, അത് ചുമ്മാ ഒരു ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ രേണുവിന് അറിയാവുന്ന കാര്യമാണ് ഇഷ്യൂ ആകുന്നത്. പക്ഷേ ആ ഒരു ഇഷ്യൂവിനെ വെച്ചിട്ട് പബ്ലിസിറ്റി അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി രേണു അത് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസ് രേണുവിന് വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോസും ഫോട്ടോസും എല്ലാം വൈറലാവുന്നതുകൊണ്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കുന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ നോർമലായിട്ടൊരു വ്യക്തിക്ക് അത് അത്രയും നെഗറ്റീവ് വരുമ്പോഴത്തേനും അത് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതും രേണു അത് മനഃപൂർവ്വം അത് ചെയ്യുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് രേണുവിന് എന്ത് വന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ രേണു വന്ന് ചാടാറുണ്ട്. അത് മനഃപൂർവ്വം രേണു ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് വെച്ച് കുറേയധികം പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് റീച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് രേണു ചിന്തിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലെങ്കിൽ ഓരോ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഇതാണൊന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് വരിക ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കല്യാണ കാർഡ് പോലെയൊക്കെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അതിന് വേണ്ടിയൊക്കെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലാവുക, അത് അവർ തന്നെയാണ് വെളിയിൽ വിട്ടത്. അപ്പം അതും വന്നതിന് സമയത്തും കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡിലിറങ്ങി ഡാൻസ് കളിക്കുക, ഇത് കാരണം നെഗറ്റീവായിട്ടുള്ള കമൻസും അതുപോലെ തന്നെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നുണ്ട്. അത് വെച്ച് താൻ
കുറച്ച് മുമ്പോട്ട് പോകാൻ രേണു ശ്രമിക്കുവാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നല്ല രീതിയിൽ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടുന്ന ഫെയിമാണെങ്കിൽ അത് ഭാവിയിൽ യൂസ് ആവും എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ റീച്ചും എല്ലാവരും കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര കാലം നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഇപ്പം പുതിയതായിട്ട് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഇഷ്യൂസ് ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഇല്ല, അത് എടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ശ്രുതിയുടെ പെർഫ്യൂം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട്. അതൊന്നും സത്യമൊന്നുമല്ല, അത് പറഞ്ഞ കണക്ക് തന്നെ. അതപ്പം ആ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് അവർ ഓർമ്മയ്ക്ക്, അവർ മക്കൾക്കും എല്ലാവർക്കും ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ് എന്നുള്ള കാര്യമാണ് രേണു പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും അത് അവരുടെ ചോയ്സാണ്, അത് അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ബാക്കിയുള്ളവർ അതിൽ ഇടപെടേണ്ട എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. പക്ഷേ എന്തായാലും ആ ഒരു കാര്യം ചുമ്മാ ആൾക്കാർ വളച്ചൊടിച്ച് സംസാരിക്കുവാണ്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, രേണു അത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അത് ജസ്റ്റ് വെറുതെ ആൾക്കാർ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ്. എന്തായാലും രേണു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വൈറലാവാറുണ്ട്, ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് രേണുവിന് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. സോ ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് നോക്കിയിരിക്കുക എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് രേണുവിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.